വെൽക്കം ബാക്ക് ടു ആർക്കിനിക്സ് ബയോളജി. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സുവോളജിയുടെ പ്രാക്ടിക്കൽസുമായിട്ടാണ്. ബ്ലഡ് സ്മിയർ ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ക്ലീൻ ആയിട്ടുള്ള രണ്ട് സ്ലൈഡ് വേണം. അതുകൂടാണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിത് സ്റ്റെയിൻ ചെയ്യാനുള്ള സ്റ്റെയിൻ വേണം. ഇപ്പോൾ ഇവിടെ മിസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എന്താണ്, ലേഷ്മെന്റ് സ്റ്റെയിൻ സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഡ്രോപ്പറിനകത്ത് നമുക്ക് വെള്ളം വേണം, കാരണം ഓവർ സ്റ്റെയിൻ ആയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡ്രോപ്പേഴ്സ് വേണം. അതുപോലെ പിന്നെ എന്താണ്, ലാൻസെറ്റ് വേണം. പിന്നെ എന്താണ്, സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാനിറ്റൈസർ ആണ്, സ്പിരിറ്റ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സാനിറ്റൈസർ ഉണ്ട്. പിന്നെ കോട്ടൺ വേണം, ടിഷ്യൂ, ഇങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ ഇത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, മൈക്രോസ്കോപ്പും വേണം. അപ്പൊ ഇവിടെ ജസ്റ്റ് ഈ തമ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫിംഗറിന് ഒന്ന് ചെറിയൊരു പ്രഷർ കൊടുക്കുക. പിന്നെ ഒത്തിരി ഫോഴ്സ് കൊടുത്തിട്ടൊന്നും കുത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് കുത്തിയാൽ മതി. എന്നിട്ട് സെന്ററിലല്ല കേട്ടോ, നമ്മൾ സ്ലൈഡിന്റെ സെന്ററിൽ ഒരിക്കലും ബ്ലഡ് ആക്കരുത്, കുറച്ചിങ്ങോട്ട് മാറിയിട്ടാണ് നമ്മൾ ബ്ലഡ് ആക്കേണ്ടത്. അപ്പം അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് സ്റ്റെയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ യൂസ് ചെയ്ത സ്റ്റെയിൻ ഏതാണ്, ലേഷ്മെന്റ് സ്റ്റെയിൻ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് ഒരു 2 to 3 ഡ്രോപ്സ് നമുക്ക് മതി സ്റ്റെയിന്. 2 അല്ലെങ്കിൽ 3 ഡ്രോപ്സ് ഓഫ് വാട്ടർ ഒന്ന് യൂസ് ചെയ്തിട്ട് അതിനൊന്ന് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. ഓവർ വെള്ളം യൂസ് ചെയ്യരുത്, കാരണം അതിൻ്റെ അകത്ത് ഉള്ള ബ്ലഡിന്റെ സെൽസും കൂടെ വാഷ് ഔട്ട് ആയി പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എന്താണ്, RBCs കാണാം. പിന്നെ ആ ഒരു കറക്റ്റ് പോർഷൻ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതാണ് നമ്മൾ ഇൻവിജിലേറ്ററിനെ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ പേടിക്കാനൊന്നുമില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ, മീൻസ് മേജർ എക്സ്പെരിമെന്റ് നമ്മൾ പറഞ്ഞാൽ പോലും വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ അടുത്തൊരു മേജർ എക്സ്പെരിമെന്റുമായിട്ട് നമുക്ക് ഇനിയും കാണാം. സോ അൺടിൽ ദെൻ, താങ്ക് യു, ടേക്ക് കെയർ.